കംസ് ടു ഫിലിംസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്രൈം ത്രില്ലേഴ്സാണ്. ക്രൈം ത്രില്ലേഴ്സിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാറ്റഗറിയാണ് സ്പേസ് ജേർണീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിനിമകൾ. ഇൻഡസ്ട്രിയലാർ ആയിക്കോട്ടെ, ആമഗഡൺ ആയിക്കോട്ടെ, ഇതൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. അങ്ങനെ റീസെൻ്റ്ലി ആഡ് ഓൺ ചെയ്യപ്പെട്ടൊരു ചിത്രമാണ് പ്രൊജക്ട് ഹെയിൽ മേരി. ഫിലിം കാണുന്നതിന് മുന്നേ എനിക്കിതിനെ പറ്റിയിട്ട് സീറോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ 2026 വൺ ഓഫ് ദ ബെസ്റ്റ് വാച്ച് തന്നെയായിരുന്നു പ്രൊജക്ട് ഹെയിൽ മേരി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു മൂവി ഉണ്ടല്ലോ, അതാണ് പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറയുന്നത്. റയാൻ ഗോസ്ലിങ്ങിൻ്റെയും മറ്റേതുള്ള ആളാരാണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒരു ഏലിയൻ ഹ്യൂമൻ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പടമാണ്. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു കിടിലൻ തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് വർത്ത്. ഒന്നും പറയാനില്ല, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അത്രയും കിടിലനായിട്ടുള്ള ഒരു പടം. നമ്മൾ കണ്ട സമയത്തൊക്കെ ഈ ഒരു സ്പേസ് മിഷനെ പോലെ തന്നെ ആ ആസ്ട്രോനോട്ട്സ് അനുഭവിക്കുന്നൊരു മാനസിക സംഘർഷം, അതേപോലെ തന്നെ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ, ഇതിന് കൂടെ തന്നെ ഒരു ഏലിയനും കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏലിയനും ഹ്യൂമൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു റാപ്പോ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പ്രൊജക്ട് ഹെയിൽ മേരിയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. വെക്കേഷന് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടം എന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ ഫോർ പ്രൊജക്ട് ഹെയിൽ മേരി. ഒരു കിടിലൻ പടമാണ്, നൈസായിട്ട് കണ്ടിരിക്കുക. ഓക്കെ, അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.